ഹലോ, ഇന്നൊരു ബിരിയാണി കണ്ടാലോ? ഇത് മട്ടനാണ്. മട്ടൻ വെച്ചിട്ടൊരു കിഡു ബിരിയാണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം. മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്കും കൂടി മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയും കണ്ടും ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ബിരിയാണിയുടെ മസാലയാണ്, അതും കൂടി ആഡ് ചെയ്യണേ. ബിരിയാണി മസാല നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഗരം മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 4 വിസിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യണം. സവാള ഒന്ന് ബ്രൗൺ കളറായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെ സൺഫ്ലവർ ഓയിലും കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒരു 4 സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ഇത് ഗരം മസാലയുടെ പൊടിയാണ്. ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി പച്ചമണം മാറിയതിന് ശേഷം 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണേ. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒരു സ്പൂണ് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ബദാമും അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുത്തതാണ്. ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇതേപോലെ തന്നെ കറിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിലും കറിയായിട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കിയത് കറിയായിട്ട് ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പിന്നെ ബിരിയാണിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറുണ്ടാക്കണതിനൊരു ടിപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒട്ടിപ്പോവാതിരിക്കാനും വേവ് കൂടാതിരിക്കാനൊക്കെ നമ്മൾ ആദ്യം അരി നല്ലോണം കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മളതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ വാർത്തെടുക്കില്ല, അരിയൊക്കെ ചോറൊക്കെ വാർത്തെടുക്കുന്ന പോലെ ആ വെള്ളം ഒന്ന് വാർത്തെടുത്ത ശേഷം നമ്മൾ കുക്കറിലേക്ക് ഈ നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട ശേഷം ഈ വാർത്ത് വെച്ച അരി, വെള്ളം ഉണ്ടാവരുത്, അരി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ അരി കുറച്ച് ഡ്രൈ ആയി നമുക്ക് തോന്നുമ്പോൾ തന്നെ ഒരു സൗണ്ട് ഉണ്ടാവും. നമ്മളത് ഇളക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണേ. ആ സൗണ്ട് വരുമ്പോൾ ഡ്രൈ ആയി തോന്നുമ്പോൾ നമുക്കതിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളം, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം വെക്കണം കേട്ടോ. വെള്ളം വയ്ക്കുമ്പം നല്ല തിളച്ച വെള്ളമാവണേ. വെള്ളം ഇതിലേക്ക് എന്നിട്ട് ഡ്രൈ ആയി തോന്നുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്യണേ. വെള്ളം ആഡ് ചെയ്യുമ്പം നമ്മളതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി കുത്തിയിട്ടാൽ നമുക്ക് വേറൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഈ വെള്ളത്തിലേക്ക് കുത്തിയിടുക. എന്നിട്ട് പിന്നെ ഈ അരി ഇട്ട ശേഷം ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് അരിയിൽ കിടന്ന് തിളച്ച ശേഷം നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്ത ശേഷം 6 മിനിറ്റ് സമയം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു വിസിൽ, അങ്ങനെയാണ് നോക്കുക. 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ വിസിലാണെങ്കിൽ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് വിസിൽ പോയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി 6 മിനിറ്റാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ദമ്മിടാം. ആദ്യം നമ്മുടെ മസാല, ചോറ്, പിന്നെ കുറച്ച് നമ്മുടെ ഈ പുതിനയും മല്ലിച്ചപ്പും, പിന്നെ മട്ടൻ്റെ കറിയും, ചോറ്, നമ്മുടെ സ്പൈസസൊക്കെ ഇട്ടിട്ട്, സ്പൈസസ് അല്ല, നമ്മുടെ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് നെയ്യും കൂടി തൂക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ല, ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് ഇതവിടെ കിടന്നോട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി മട്ടൻ ബിരിയാണിയാണ്. ഇതേപോലെ അരിയും ഒന്ന് വേവിച്ച് നോക്കാം കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്.